നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന ഒരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്തായിരിക്കും? കൃത്യം 6 മണിക്ക് പൃഥ്വിരാജ് സുകുമാരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്ന ഒരു കാര്യം, മലയാള സിനിമയിൽ തന്നെ ആദ്യമായി ഐമാക്സിൽ പ്രത്യക്ഷപ്പെടുകയാണ് എമ്പുരാൻ എന്നതാണ്. അതൊരു ചരിത്ര നേട്ടമാണ്, അതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്, അതൊരു റെക്കോർഡാണ്. അത് കൃത്യമായി തന്നെ പറയുകയും ചെയ്യാം. പക്ഷേ പലരും നിരാശയിലാണ്. ഇതാണോ ഇത്ര വലിയ അപ്ഡേറ്റ്, ഇതാണോ ഇത്ര വലിയ കാര്യം, ട്രെയിലർ പ്രതീക്ഷിച്ചിരുന്നതാണ് നമ്മൾ എന്നതൊക്കെയാണ് അവരുടെ അവകാശവാദങ്ങൾ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രി എന്ന് കരുതിയിരുന്ന കന്നഡയിൽ നിന്നും KGF ഐമാക്സിലേക്ക് എത്തി. തെലുങ്കിൽ നിന്നും ബാഹുബലി പോലുള്ള സിനിമകൾ വരുന്നു, പുഷ്പ പോലുള്ള സിനിമകൾ വരുന്നു, സലാർ പോലുള്ള സിനിമകൾ ഐമാക്സിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. ഹിന്ദിയിലാവട്ടെ 2013 മുതൽ തന്നെ അവർ ആരംഭിക്കുകയും ചെയ്തു ഐമാക്സ്. നമ്മളെക്കാൾ ചെറിയ ഇൻഡസ്ട്രി എന്ന് കരുതിയവർ പോലും നമുക്ക് മുന്നേ ഐമാക്സിൽ കാണികളെ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എമ്പുരാനിലേക്ക് വരുന്നത്. അതും വളരെ പെട്ടെന്നാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക. 27-ാം തീയതി സിനിമ റിലീസാകുമ്പോഴേക്കും 18-ാം തീയതിയാണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നത്. കൃത്യം 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റും ലാൻഡ്മാർക്കുമായി തന്നെ നമുക്കിത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊരിക്കലും കുറച്ച് കാണാൻ കഴിയുന്നൊരു അപ്ഡേറ്റ് അല്ല, ഇതൊരു വമ്പൻ അപ്ഡേറ്റ് ആണ് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. കാരണം ഒരു സിനിമ ഓഡിയൻസ് എന്ന രീതിയിൽ ഐമാക്സിൽ സിനിമ കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഒരു സാധാരണ തിയേറ്ററിൽ നിന്നും കാണുന്ന എക്സ്പീരിയൻസ് ഒരു ഐമാക്സിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്. അതിപ്പോൾ ഓഡിയോ വിഷ്വൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലും ഒരു ചെറിയ മൂളൽ പോലും എത്ര HD-യിലൂടെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഉൾപ്പെടെ. നമ്മൾ ആ തിയേറ്റർ മാറുന്നത് പോലെ, ആ തിയേറ്ററിൻ്റെ ഒരു ആർക്കിടെക്ചറായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൻ്റെ വലുപ്പമായിക്കോട്ടെ, എല്ലാ തരത്തിലും ഒരു ഹൈ ഡെഫിനിഷനിൽ മാത്രമല്ല ഒരു ലാർജർ ദാൻ ലൈഫ് എക്സ്പീരിയൻസ് നൽകാൻ കഴിയുന്ന ഒരു ഐമാക്സിൽ പോയി എമ്പുരാൻ വിറ്റ്നസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. നമുക്കറിയാം, ഒരു സിനിമ, പ്രത്യേകിച്ച് ഒരു വലിയ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമ മാത്രമല്ലാതെ അതിന് എത്രമാത്രം എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നോ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയായി മാറുന്നത്. ഒരു സിനിമ ഔട്ടിറക്കുമ്പോൾ പോലും അത് കാണേണ്ട രീതിയിൽ കാണുക എന്ന് പറയത്തില്ലേ. നമ്മളൊരു നോർമൽ തിയേറ്ററിൽ പോയിട്ടൊരു ബ്രഹ്മാണ്ഡ സിനിമ കാണാൻ നമ്മൾ ആഗ്രഹിക്കില്ല. കുറച്ചുകൂടി റേറ്റ് കൊടുത്ത് ഒരു വലിയ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാൽ മാത്രമേ ആ സിനിമയുടെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാറുള്ളത് പോലെ തന്നെയാണ് ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ വരുമ്പോഴേക്കും ഐമാക്സ് എത്രമാത്രമാണ് ഗുണം ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നോക്കിയേ, 2014 റിലീസായ ഇൻറ്റർസ്റ്റെല്ലാർ പോലൊരു സിനിമ 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റിലീസ് ചെയ്ത് ഐമാക്സിലേക്ക് എത്തുമ്പോഴേക്കും ഫെബ്രുവരി 7-ാം തീയതിയാണ് അത് റിലീസ് ചെയ്തത്. അപ്പോൾ മുതൽ തുടങ്ങിയ ബുക്കിംഗ്സ് ആലോചിച്ച് നോക്കി. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഐമാക്സ് തിയേറ്റർ ഉള്ളൊരു സ്ഥലവും കൂടിയാണ്. അവിടെ ഐമാക്സ് ഇപ്പോഴും നോക്കിയാൽ പോലും ഐമാക്സിൻ്റെ ഏറ്റവും ഒടുവിൽ ഇൻറ്റർസ്റ്റെല്ലാർ ഉണ്ടായ ദിവസങ്ങളിൽ പോലും ലാസ്റ്റ് ഡേയ്സിൽ പോലും അത് ഹൗസ്ഫുൾ ആയിരുന്നു. അത്രമാത്രം ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മളിനി എമ്പുരാൻ്റെ പോസ്റ്ററിലേക്ക് ഐമാക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ പോസ്റ്റർ, ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സയ്യദ് മസൂദും എബ്രഹാം ഖുറേഷിയും കൂടി നടന്നു വരുന്നതാണ് കാണുന്നത്. ഒരു വലിയ ഫൈറ്റിൽ തിയേറ്റർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന രീതിയിലേക്ക് ഒരു സീനായിട്ടൊരു സ്റ്റില്ലായിട്ട് അത് മാറുന്നുണ്ട്. അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ആ ഒരു രംഗത്തിൻ്റെ ഒരു സ്റ്റില്ലായിട്ടാണ് അവർ പുറത്തു വിടുന്നത്. മാത്രമല്ല ആ പോസ്റ്റർ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഐമാക്സിൽ ആ എയിൻ്റെ അവിടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയേ, ഒരു കൃത്യമായ ഒരു ഇലുമിനാറ്റി അവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു കണ്ണ് അവിടെ ഉണ്ട്. അതായത് ഖുറേഷിയുടെ ലോകത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും എങ്ങനെയാണ് ആ ലോകം എന്നുള്ളത് ചെറിയൊരു സൂചന പൃഥ്വിരാജ് ഇതിലൂടെ തരികയും ചെയ്യുന്നുണ്ട്. ആ ലോകം എക്സ്പാൻഡ് ചെയ്യുകയാണോ ഈ സിനിമ എന്നത് സൂചനകൾ നൽകുന്നതോടൊപ്പം തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് ഐമാക്സിൽ തന്നെ പോയി കണ്ടോളൂ എന്ന് സംവിധായകൻ പൃഥ്വിരാജും കൂടി പറയുമ്പോൾ പോലും ഐമാക്സ് അപ്ഡേറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആദ്യമായി അങ്ങനെ ഐമാക്സ് എക്സ്പീരിയൻസ് നൽകാൻ ഒരു മലയാള സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് പറയാറുള്ളത് പോലെ തന്നെ നമ്മളും അവിടേക്ക് എത്തും എന്നുള്ളത് അദ്ദേഹം തന്നെ മുൻ വഴി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിന്നും പ്രധാനപ്പെട്ട കാര്യം. ട്രെയിലർ നമുക്കറിയാമല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 20-ാം തീയതി കഴിഞ്ഞാലും ട്രെയിലർ വരും. പക്ഷേ ഇതുപോലൊരു അപ്ഡേറ്റ് വരണമെങ്കിൽ, അല്ലെങ്കിൽ അത് എത്ര നാളുകൊണ്ട് ഈ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചിരുന്ന കാര്യവും കൂടിയാണ് എന്നുള്ളത് എടുത്തു നോക്കിക്കോട്ടെ. അവസാനത്തെ വിവാദങ്ങളെല്ലാം മാറ്റി നിർത്തുമ്പോൾ പോലും എമ്പുരാൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് പോലത്തെ ഒരു അപ്ഡേറ്റ് കുറച്ച് നാളുകളായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് തുടരെ വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിന് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് ആയിട്ടാണ് ഐമാക്സ് വരുന്നത്. വരും ദിവസങ്ങളിൽ പൃഥ്വിരാജ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസുകളും സസ്പെൻസുകളും എല്ലാം തന്നെ ഇതുപോലെ ആരാധകർ ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരിക്കാം അതിൻ്റെ അണിയറ പ്രവർത്തകർ.